10% മാത്രം പവറുള്ള ഈ കോൺഷ്യസ് മൈൻഡിനെ എന്തുകൊണ്ടാണ് 90% പവറുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബോസ് എന്ന് വിളിക്കുന്നത്? ബോസിന്റെ പണി എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയും കോൺഷ്യസ് മൈൻഡിന്റെ പണിയും ഇത് തന്നെയാണ്. കോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്ന ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായാലും അതിനെ അതേപടി അനുസരിക്കുക മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയുകയുള്ളൂ. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും തെറ്റായാലും ശരിയായാലും. കോൺഷ്യസ് മൈൻഡിനെ തിരുത്താനോ അതിനെ ചോദ്യം ചെയ്യാനോ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയുകയില്ല. ഇത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ചും. നമ്മുടെ ഈ ബോസിന് അറിയില്ല അതിൻ്റെ അണ്ടറിൽ ഇത്രയും പവറുള്ള ഒരു പണിക്കാരനുള്ള കാര്യം. നമ്മുടെ ഈ ബോസിന് അറിയില്ല ആ പണിക്കാരനെ കൊണ്ട് ഏത് പണിയാണ് ചെയ്യിക്കേണ്ടതെന്ന്. നമ്മുടെ ഈ ബോസിന് അറിയില്ല ഈ പണിക്കാരനെ കൊണ്ട് എങ്ങനെയാണ് പണി ചെയ്യിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും പവറുള്ള ഒരു പണിക്കാരൻ ഉണ്ടായിട്ടും അതിനെ പണിയെടുപ്പിക്കാൻ അറിയാത്ത, അതിൻ്റെ പൊട്ടൻഷ്യലിനെ മാക്സിമം ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ബോസ് ഉള്ളതാണ് നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന കാരണം.